ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഗ്രഹം വേണ്ടെന്ന് വെക്കുന്നവർ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എത്ര കിട്ടിയാലും മതിയാകാത്ത ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിലും അതിശയോക്തി ഒട്ടുമില്ലല്ലോ. അനുഗ്രഹത്തിനുവേണ്ടി പരിശ്രമിക്കാത്തവരും അനുഗ്രഹം മതിയെന്ന് വെക്കുന്നവരും തീരെ കുറവാണ്. മിക്കവാറും എല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ നിലകളിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതും നമുക്കൊക്കെ മനസ്സിലായിട്ടുള്ളതും അറിയുന്നതുമായ കാര്യമാണല്ലോ. ചില പ്രത്യേക സമയങ്ങളിലെങ്കിലും നമ്മുടെ ഒന്നും യാതൊരു അനുവാദവുമില്ലാതെ അനുഗ്രഹം നമ്മെ തേടിയെത്താറുണ്ട്. അവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ചില നിമിഷങ്ങളിലെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം വായിക്കട്ടെ. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. ചില കാര്യങ്ങളുടെ മേലൊക്കെ എത്രനാൾ പരിശ്രമിച്ചാലും നമുക്ക് നിരാശ തന്നെയായിരിക്കും ഫലം. കഴിവ് തെളിയിക്കപ്പെടാത്ത മേഖലകളിലായിരിക്കില്ല ഈ പരിശ്രമം എന്നുള്ളതും നമ്മൾ മറക്കരുത്. കഴിവും പരിചയവും അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായി അനുഗ്രഹത്തിന് ആധാരമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ സാന്നിധ്യവുമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കാതിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നു. അനുഗ്രഹം എത്ര താമസിച്ചാലും, ദൈവിക വിടുതൽ എത്ര താമസിച്ചാലും, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടില്ല എന്ന തോന്നൽ അനുദിനം നമ്മുടെ മനസ്സിൽ ഉയർന്നുകൊണ്ടിരുന്നാലും ഒരു കാര്യം മറക്കരുത്, നമ്മുടെ വായിൽ നിന്ന് നിരാശയുടെ വാക്കുകൾ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ യാക്കോബിന് പറ്റിയ അബദ്ധം നമുക്കും പറ്റുവാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ നരയെ ദുഃഖത്തോട് പാതാളത്തിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച ഒരു യാക്കോബുണ്ടല്ലോ. അങ്ങനെ കരഞ്ഞും വിലപിച്ചും ദിവസങ്ങൾ തള്ളി നീക്കവെയാണ് പെട്ടെന്നൊരു ദിനത്തിൽ യാക്കോബിന് അറിവ് കിട്ടിയത്. തൻ്റെ മകൻ, താൻ ആഗ്രഹിച്ച് കാത്തിരുന്ന തൻ്റെ മകൻ യോസഫ് ജീവനോടിരിക്കുന്നു. തന്നെയുമല്ല, ആർക്കും ഒരു കാരണവശാലും സങ്കല്പിക്കാൻ കഴിയാത്ത നിലകളിലുള്ള ഉയരത്തിലാണ് അവൻ എത്തിയിരിക്കുന്നതെന്നുള്ള വാർത്തയാണ് യാക്കോബിൻ്റെ ഗാഥകളിൽ എത്തിയത്. നോക്കൂ, ആ പറഞ്ഞ നിരാശയുടെ വാക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തനിക്ക് തന്നെ ലജ്ജ തോന്നിയില്ലേ, അല്ലെങ്കിൽ വിഷമം തോന്നിയില്ലേ? അങ്ങനെ പറയണ്ടായിരുന്നു എന്ന തോന്നൽ തന്നെ ഭരിച്ചില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കൽ പോലും നിരാശയുടെ വാക്കുകൾ നമ്മൾ പറയരുത്. മീൻപിടുത്തത്തിന് വേണ്ടി രാത്രി മുഴുവനും തന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി പരിശ്രമിച്ചു, അധ്വാനിച്ചു. എന്നാൽ നിരാശയായിരുന്നു പത്രോസിന് ലഭിച്ചത്. ഒരു മീന് പോലും തനിക്ക് കിട്ടിയില്ല എന്നുള്ളത് വാസ്തവമാണല്ലോ. അങ്ങനെ നിരാശയോടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ തുടങ്ങുമ്പോഴാണ് കർത്താവ് അവിടെ എത്തിയതും ശീമോൻ്റെ പടകിലേക്ക് കയറിയതും. കർത്താവ് നമ്മുടെ പടകിൽ കയറിയെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറത്ത്, നിങ്ങളുടെ കണക്ക് കൂട്ടലിനപ്പുറത്ത്, നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി ഉപരിയായിട്ടായിരിക്കും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. തൻ്റെ അധ്വാനം നിരാശയിലാണ് അവസാനിച്ചതെന്ന് കർത്താവ് തിരിച്ചറിഞ്ഞിട്ടാണ് പറഞ്ഞത്. ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാൻ കർത്താവ് ആവശ്യപ്പെട്ടത്. ഈ സന്ദേശം ശ്രവിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഇന്നുവരെയും നിരാശയായിരുന്നു നിങ്ങളുടെ പ്രയത്നത്തിന് ശേഷം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നതെങ്കിൽ, കർത്താവ് നിങ്ങളുടെ പടകിലുണ്ടെന്നുള്ള ഉറപ്പ് നിങ്ങൾ തന്നെ പ്രാപിക്കണം. അത് നിങ്ങൾ തന്നെ സ്ഥിരീകരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തണം, നിങ്ങളെ തന്നെ നിങ്ങൾ ബോധ്യപ്പെടുത്തണം. എന്ത്? എൻ്റെ പടകിൽ കർത്താവുള്ളത് കൊണ്ട് ഞാൻ ശൂന്യമായ വലയോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരില്ല. ഇന്ന് വരെ ശൂന്യമായിരുന്നെങ്കിൽ എൻ്റെ വല നിറയുവാനുള്ള അവസരം ദൈവം ഒരുക്കാൻ പോകുന്നു. അത് നമ്മൾ സ്വയം പറയണം, നമ്മളത് പറഞ്ഞ് ശീലിക്കണം. അങ്ങനെ ഒന്ന് പരിശ്രമിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ വാക്കുകൾ ദൈവത്തിൻ്റെ കാതുകളിൽ എത്താതിരിക്കില്ല. അവൻ്റെ വാക്കനുസരിക്കും മുമ്പ് പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് വലയിറക്കാം എന്നതുപോലെ. പ്രിയരെ, ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. ദൈവം നിങ്ങൾക്കായി ഒരു നല്ല മീൻകൂട്ടം ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ നിരാശകൾ മാറത്തക്കണ്ണമുള്ള ദൈവപ്രവൃത്തി പ്രിയമക്കളുടെ മേൽ കർത്താവ് നൽകി മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.